Meet my guest. On Meet My Guest today, we have the hit maker lyricist Santosh Verma joining us on our show. Welcome to the show, sir. നമസ്കാരം സാർ. ഇപ്പം ഒരു 150+ ഫിലിംസ് മലയാളത്തിൽ ലിറിക്സ് എഴുതി കഴിഞ്ഞു. അപ്പം സാറിൻ്റെ ഫസ്റ്റ് മൂവി മുതൽ ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ റിലീസ് ചെയ്തേക്കണ വരനെ ആവശ്യമുണ്ട്, അതുവരെ നോക്കി കാണുമ്പം സാർ എങ്ങനെയാണ് ആ ജേർണി ഒന്ന് പെട്ടെന്ന് ഓർത്തെടുക്കുമ്പോൾ? ഞാൻ സിനിമയിലേക്ക് എത്തുന്നത് 2003-ലാണ്. ആദ്യമായിട്ട് എഴുതുന്ന സിനിമ എന്ന് പറയുന്നത് തമ്പി കണ്ണന്താനത്തിന്റെ ഫ്രീഡം എന്ന് പറയുന്ന സിനിമയിലാണ് ആദ്യമായിട്ട് പാട്ട് എഴുതുന്നത്, സിനിമയ്ക്ക് വേണ്ടിയിട്ട് എഴുതുന്നത്. അതിനു മുൻപ് ഒരു ജേണിയുണ്ട്. ആ ജേണി എന്ന് പറഞ്ഞാൽ വളരെ ചെറുപ്പത്തിൽ, 10-12 വയസ്സ് മുതലൊക്കെ പാട്ടുകൾ എഴുതുമായിരുന്നു, എന്തോ ഒരു ഇഷ്ടം കൊണ്ട്. അതിനുശേഷം പിന്നെ കോളേജ് ലെവലിലൊക്കെ എത്തിയ ശേഷമാണ് കുറച്ചുകൂടി സീരിയസ് ആയിട്ടൊക്കെ എഴുതാനുള്ള ഒരു പ്രേരണകൾ ഒക്കെ ഉണ്ടായത്. അപ്പോൾ അങ്ങനെ ആ കാലങ്ങളിലെ ആഗ്രഹിച്ചിരുന്നു കഴിഞ്ഞാൽ പാട്ടുകൾ എഴുതും. പാട്ടുകളായിരുന്നു എനിക്ക് കൂടുതൽ. കവിത എന്ന രീതിയിൽ ഞാൻ എഴുതുകയോ പ്രസിദ്ധീകരിക്കുകയോ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. പക്ഷേ അതെന്താണെന്ന് വെച്ചാൽ എൻ്റെ ഒരു സംഗീത ബാക്ക്ഗ്രൗണ്ടുള്ള ഫാമിലിയാണ്. എൻ്റെ മദർ മ്യൂസിക് ടീച്ചറായിരുന്നു. അപ്പൊ ഞാൻ വളരെ ചെറുപ്പകാലത്ത് തന്നെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ്, മൃദംഗം, ഡ്രംസ്, അങ്ങനെ താളവാദ്യങ്ങളൊക്കെ വായിക്കായിരുന്നു. അങ്ങനെ എല്ലാ വാദ്യങ്ങളോടെല്ലാം വളരെയധികം ഇഷ്ടമായിരുന്നു. അപ്പോൾ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉള്ളതുകൊണ്ടായിരിക്കും ഞാൻ ഈ കൂടുതലും ലിറിക്ക് എന്ന് പറയുന്ന ഒരു ഇതിലേക്ക് പോയി വീണത്. ആ താളവും അല്ലെങ്കിൽ ആ സംഗീതവും ഒക്കെ കൂടെ ഉള്ളതുകൊണ്ടാണ് ഈ ലിറിക്കിലേക്ക് പോയി വീണത്. അധികം കവിതകളിലേക്ക് നോക്കാതെ പാട്ടുകളിലൂടെ നമ്മുടെ ഭാവാവിഷ്കാരം ചെയ്യാനായിട്ടുള്ള ഒരു ശ്രമത്തിലേക്ക് അതുകൊണ്ടായിരിക്കണം ഞാൻ എത്തിപ്പെട്ടത്. അപ്പോൾ അങ്ങനെ ഒരു കാലം കഴിഞ്ഞ് അതിനുശേഷം പല നമ്മള് ഡിവോഷണൽ സോങ്സ്, പിന്നെ സീരിയൽസ് ഒക്കെ എഴുതി അതിന്റെ ഇങ്ങനെ അവസാനത്തിലാണ് സിനിമയിലേക്ക് ഒരു വഴി തുറന്നത്. വളരെ കാലം ആ രംഗത്തൊക്കെ ഉണ്ടായിരുന്നു. കഴിഞ്ഞാൽ ഡിവോഷണലുകളായിട്ടും അങ്ങനെയൊക്കെ കുറെ ഒരു ഇതുണ്ടായിരുന്നു. അതിനുശേഷമാണ് സിനിമയിൽ വന്നത്. പക്ഷെ സിനിമയിൽ വന്നിട്ടാണെങ്കിലും എൻ്റെ അന്ന് ഞാൻ അധ്യാപകനാണ്. ഞാനിത് താളവാദ്യം പഠിപ്പിക്കുന്ന അധ്യാപകനായിട്ട് ഭാരതീയ വിദ്യാഭവനിൽ ജോലി ചെയ്യുന്ന സമയത്താണ്. എളമക്കര ഭവൻസിലായിരുന്നു അവിടെ താളവാദ്യം പഠിപ്പിക്കുന്ന അധ്യാപകനായിരുന്നു. അപ്പോൾ ആ കാലഘട്ടങ്ങളിലൊക്കെ സജീവമായിട്ട് എഴുത്തുകൾ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ സിനിമയിലേക്ക് എൻ്റെ സുഹൃത്തുക്കൾ വഴി വന്ന് ഇടുന്നത്. എൻ്റെ പാട്ടെഴുത്തിനെ കുറിച്ച് അറിഞ്ഞ സുഹൃത്തുക്കൾ അങ്ങനെ സിനിമയിലേക്ക് വേണ്ടി ഒരു വഴി തുറന്ന് തരികയായിരുന്നു. അങ്ങനെയാണ് സിനിമയിൽ വന്നത്. സിനിമയിൽ വന്നിട്ടും ഈ പറഞ്ഞ പോലെ കുറെ കാലങ്ങൾ പാട്ടുകൾ ഹിറ്റായിട്ടും എന്താ പറയുക, ഞാൻ തിരിച്ചറിയപ്പെടാതെ പോയിരുന്ന പല സന്ദർഭങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതിനൊക്കെ ശേഷം ഞാൻ 2004-ലാണ് എൻ്റെ ആദ്യത്തെ റിലീസ് സിനിമ ചതിക്കാത്ത എന്തു. അതിനുശേഷം 2010-ലൊക്കെയാണ് ഞാൻ സജീവമാകുന്നതും അല്ലെങ്കിൽ എന്നെ സിനിമയിലെ തന്നെ ആൾക്കാർ പക്ഷേ തിരിച്ചറിയുന്നത്. പിന്നെ പലകൊണ്ട് നോക്കുമ്പോഴാണ് പല പാട്ടുകളും എൻ്റെ ആൾക്കാരെ കേൾക്കുന്നത്. അല്ല, എൻ്റെ പാട്ടുകൾ എനിക്ക് കിട്ടിയ അവസരങ്ങളിൽ ഞാൻ എഴുതിയ പാട്ടുകളെല്ലാം തന്നെ ഒരുമാതിരി അറിയപ്പെടുന്ന പാട്ടുകളാണ്. പക്ഷെ ആ പാട്ടുകളൊന്നും എനിക്ക് പക്ഷെ അക്കാലഘട്ടങ്ങളിൽ ഗുണം ചെയ്തില്ല. ബെസ്റ്റ് ആക്ടർ എന്ന് പറയുന്ന സിനിമയിൽ സ്വപ്നപുരജാക്ക് എന്നുള്ള പാട്ട് ഹിറ്റായതിനു ശേഷമാണ് കൂടുതൽ അവസരങ്ങൾ എന്നെ തേടി വന്നതും. അങ്ങനെ ഞാൻ ജോലി വരെ പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ച് സിനിമയിൽ ഇന്നും തുടരുന്നത് ആ ഒരു പാട്ടിന്റെ ഒരു സമ്മാനമാണ്. സാറിന്റെ ഒരു ജേർണി എടുക്കുകയാണെങ്കിൽ എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ഇസ് ബിഗ് ബിയിലെ വിട പറയുകയാണോ. ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ള ഒരു സോങ് ആണ്. സോ ഷേക്കിംഗ്. നമ്മൾ കുറേ അധികം ഈക്വലി ഹിറ്റും ആയിരുന്നു ആ പാട്ട്. അതിന്റെ അർത്ഥങ്ങൾ വെച്ച് മാത്രമല്ല, ആ പാട്ടിന്, ആ ഫിലിമിനോട് ചേർന്ന് നിൽക്കുക ആ പാട്ട്, അത്രയും ഹിറ്റായി ആ പാട്ട്. അപ്പം അങ്ങനത്തെ ഇമോഷണൽ സീക്വൻസസിന് വേണ്ടിയിട്ട് എഴുതുമ്പം സാർ ആ കഥ മൊത്തം കേൾക്കുക, അങ്ങനെ എന്തെങ്കിലും ചെയ്യാറുണ്ടോ? ബിഗ് ബി അന്ന് ഞാൻ സിനിമയിൽ സജീവമാകുന്നതിന് മുമ്പ്, അതായത് ഞാൻ ജോലിയിലിരിക്കുമ്പോൾ എഴുതിയിട്ടുള്ള സിനിമ ഉൾപ്പെടുന്നതാണ് ബിഗ് ബി. പക്ഷെ ബിഗ് ബിയിലത്തെ ആ പാട്ട് ആണ് പറഞ്ഞത്. അപ്പോൾ ആ പാട്ട് വിട പറയുകയാണോ എന്ന് പറയുന്ന പാട്ട് വളരെയധികം പ്രശസ്തമായ പാട്ടാണ് ഇപ്പോഴും. അതെ, അപ്പൊ അതിന്റെ ഒരു ലൈഫാണ് ആ പാട്ടിന്റെ ലൈഫ്. അൽഫോൻസിന്റെ വളരെ മനോഹരമായിട്ടുള്ള ഒരു ടച്ചിങ് ആയിട്ടുള്ള സംഗീതം, അത്തരത്തിലുള്ള ഈണങ്ങളാണ് ഇരിക്കും പറഞ്ഞാൽ നമുക്ക് എഴുതാനുള്ളൊരു പ്രേരണ തരുന്നത്. അത്രയും എന്താ പറയുക, ഒരു ഹൃദയത്തിൽ നിന്നുള്ള സംഗീതമാണ് അൽഫോൻസിന്റെ ആ പാട്ട്. അപ്പോൾ ബിഗ് ബിക്ക് വേണ്ടിയിട്ട് അമലിന്റെ ഫസ്റ്റ് സിനിമയല്ലേ, അപ്പോൾ അതിനുവേണ്ടി എഴുതാൻ വേണ്ടി ഞാൻ ഇരിക്കുമ്പോൾ ഈ സിറ്റുവേഷൻ എനിക്ക് വളരെ ആ അമ്മ നഷ്ടപ്പെടുന്ന സിറ്റുവേഷനാണ് ഇത്. അവിടുന്നാണ് ഈ സോങ് തുടങ്ങുന്നത്. അപ്പൊ ഒരുപാട് കഥയെക്കുറിച്ച് അന്വേഷിച്ചില്ല. പക്ഷെ അത് തന്നെ ഒരു പോയിന്റ് ആണല്ലോ. പറയുന്ന പോയിന്റിനെ നമ്മളെങ്ങനെ അതിനെ ഇവരുടെ ഓർമ്മയിൽ ആ അമ്മയുടെ ഒരു ചിത്രങ്ങളൊക്കെയാണ് കടന്നു വരുന്നത് ആ സിറ്റുവേഷനിൽ.
അങ്ങനെ ഞാൻ ഈ ഈണം കേട്ട ആദ്യ മാത്രയിൽ തന്നെ ഈ ട്യൂൺ കേട്ടപ്പോൾ ഞാൻ വിട പറയുകയാണോ എന്ന് അപ്പൊ തന്നെ മനസ്സിൽ കുറിച്ചിരുന്നു. അത് കറക്റ്റായിട്ട് പിന്നെ എനിക്ക് ഒരു വളരെ പതുക്കെയാണ് ആ പാട്ടൊക്കെ എഴുതിയത്. വളരെ ധൃതി പിടിച്ചൊന്നും എഴുതിയ പാട്ടല്ല. പല ദിവസങ്ങളിലും അവിടെ ഇങ്ങനെ ഇരുന്ന് ആലോചിച്ച് പതുക്കെ ഉണ്ടാക്കി എടുത്ത പാട്ടാണ്. അത് കുറ്റങ്ങളും കുറവുകളും മാക്സിമം തീർത്ത് ആണ് ആ പാട്ട്. അപ്പൊ അതിനൊക്കെ ആ പാട്ടിനൊക്കെ ഒരു പ്രത്യേകത മലയാളത്തില് ഈ എപ്പോഴും നമ്മുടെ പാട്ടിൽ പല്ലവി അനുപല്ലവി ചരണം ഇങ്ങനെ ഒരു ഫോർമാറ്റ് ആയിരിക്കും. അതിനകത്ത് പല്ലവിയും ഒരു ചലനവും മാത്രമുള്ള അങ്ങനത്തെ ഒരു ഫോർമാറ്റിലാണ്. അന്ന് അതൊരു പുതുമയായിരുന്നു. പിന്നെ അത് പല സിനിമകളിലും അനുകരിച്ചിട്ടുണ്ടെങ്കിലും പലരും അനുകരിച്ചിട്ടുണ്ട്. എങ്കിലും അന്ന് അത് അൽഫോൺസ് ചെയ്ത ഒരു പുതുമയായിട്ടുള്ള ഒരു ഇതായിരുന്നു. ശ്രേയാ ഘോഷാലിന്റെ മലയാളത്തിലെ സിനിമയിൽ പാടുന്ന ആദ്യത്തെ പാട്ടാണ്. അങ്ങനെ കൂടി ഒരു പ്രത്യേകത സാറ് അത് കഴിഞ്ഞിട്ട് എനിക്ക് പറയാനുള്ളത് ബാംഗ്ലൂർ ഡേയ്സിനെ കുറിച്ചിട്ടാണ്. എന്താന്ന് വെച്ചാൽ ഇപ്പൊ ഈ വിട പറയുകയാണോ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ള ഒരു സോങ് ആണ്. ബാംഗ്ലൂർ ഡേയ്സിൽ നമ്മള് മാംഗല്യം തന്തുനാനേന നമ്മൊരു ബാംഗ്ലൂരും ഒക്കെ അതിലുണ്ടായി. അപ്പം ഈ രണ്ട് ജോണേഴ്സും എക്സ്ട്രീം എൻഡ്സ് ആണ് അല്ലെ. അപ്പം അങ്ങനെ എല്ലാ ജോണേഴ്സും കൈകാര്യം ചെയ്യുന്ന ഒരു ലിറിസിസ്റ്റ് ആണ് സാർ. അപ്പൊ എങ്ങനെയാ ഇത് കംപ്ലീറ്റ്ലി സമയം എടുക്കുമോ? നമ്മളിപ്പം ഓരോ പാട്ട് ഓരോ സിറ്റുവേഷന് നമ്മൾ എഴുതുമ്പോൾ ആ സിറ്റുവേഷൻ ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനും സമയമെടുക്കും? അത് നമുക്ക് ഇത് ശരിക്കും പറഞ്ഞാൽ ഈ സംവിധായകരെ എങ്ങനെയാണ് ഇത് ലിറിസിസ്റ്റുകളിലേക്ക് കൺവേ ചെയ്യുന്നത്, അതായത് അവർക്ക് വേണ്ട ഡെപ്ത്, ഈ പാട്ടിന് ഇത്ര ഡെപ്ത് വേണം, അല്ലെങ്കിൽ അതിനൊരു അന്തരാർത്ഥങ്ങൾ ഉള്ള തരത്തിലുള്ള ഒരു ലിറിക്കായിരിക്കണം, അല്ലെങ്കിൽ അങ്ങനെ വേണ്ട. അതുപോലെ നമുക്ക് സ്ട്രൈറ്റ് ആയിട്ട് എല്ലാവർക്കും മനസ്സിലാകാവുന്ന രീതിയിൽ സ്ട്രൈറ്റ് ആയിട്ട് പറഞ്ഞാൽ മതി. എന്നാൽ അതിനകത്ത് വെറുതെ നമ്മൾ വർത്താനം പറയുന്ന പോലെയല്ല, അതിനെ കുറച്ച് കാവ്യാത്മകമാക്കിക്കൊണ്ട് തന്നെ എല്ലാവർക്കും മനസ്സിലാക്കാവുന്ന രീതിയിലുള്ള അങ്ങനെ മതി എന്ന് പറയും. അപ്പൊ അങ്ങനെ പലർക്കും പല രീതിയിലുള്ള പാട്ടുകളാണ് ആവശ്യം. പല സിനിമകളും പലതാണല്ലോ. അപ്പൊ അതിനനുസരിച്ച് സിറ്റുവേഷൻസ് മാറിക്കൊണ്ടിരിക്കും. ഒരെണ്ണത്തിൽ ഭയങ്കര ഡീപ്പായിട്ടുള്ള ദുഃഖമാണെങ്കിൽ അടുത്തതിൽ ഭയങ്കര തമാശയായിരിക്കും. അങ്ങനെ പല തരത്തിലുള്ള പാട്ടുകൾ നമ്മൾ കൈകാര്യം ചെയ്യേണ്ടി വരും. ഇതൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയണം. അതാണ് ഒരു ലിറിസിസ്റ്റിനെ ചെയ്യേണ്ടത്. സിനിമയ്ക്ക് വേണ്ടി നമ്മൾ ഇങ്ങനെ എന്താ പറയുക, നമ്മുടെ മനസ്സിലെ മൂടുകളിനെ മാറ്റിക്കൊണ്ടിരിക്കുക. ഒന്ന് ചിരിക്കും, ഒന്ന് കരയും, അങ്ങനെ അങ്ങനെ പലതിനെയും നമ്മൾ ഉൾക്കൊള്ളാൻ നമുക്ക് പറ്റണം. അതും പ്രത്യേകിച്ച് ഒരു ചുരുങ്ങിയ സമയത്തിനുണ്ട്. പെട്ടെന്നാണ്. ചിലപ്പോ ഇന്ന് വിളിച്ചിട്ടായിരിക്കും പറയാ നാളെ നമുക്ക് റെക്കോർഡ് ചെയ്യേണ്ട പാട്ടാണ്, ഇന്ന് തന്നെ എഴുതണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ന് എഴുതിയേ പറ്റും. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ളൊരു ഇരിപ്പാണ്. പിന്നെ അതിന് വേണ്ടിയിട്ടുള്ളൊരു എന്താണ് സിറ്റുവേഷൻ, അല്ലെങ്കിൽ അതിനെ എങ്ങനെയാണ് നമ്മൾ ഇത് പാട്ടാക്കുമ്പോൾ ഇത് എങ്ങനെ ചെയ്യണം, അങ്ങനെയൊക്കെയുള്ള കുറെ ചിന്തകളുണ്ടല്ലോ. ആ ചിന്തകൾ ആണ് പിന്നത്തെ ഒരു കർമ്മം. അപ്പൊ അതിനു വേണ്ടിയിട്ട് ചിലപ്പോൾ നമുക്ക് ആദ്യം ട്യൂൺ ആയിരിക്കും തന്നിട്ടുണ്ടാവുക. മിക്കവാറും അങ്ങനെയാണ്. സംഗീതമായിരിക്കും ആദ്യം റെഡിയാക്കിയിട്ടുണ്ടാവുക. ആ സംഗീതം കേട്ടുകൊണ്ട് അതിനനുസരിച്ച് ഒട്ടും കല്ലുകടിക്കാത്ത വിധത്തില് സുഖമായിട്ട് പാടാവുന്ന രീതിയിലേക്ക് നമ്മുടെ ആശയങ്ങളെ വരികളിലൂടെ വയ്ക്കുക എന്നുള്ളതാണ് അതിന്റെ ഒരു ഇത്. അപ്പോ തുടക്കം മാംഗല്യമൊക്കെ എന്ന് പറയുമ്പോഴേക്കും തുടക്കം മാംഗല്യം വളരെ പെട്ടെന്ന് എഴുതിയൊരു പാട്ടാണ്. വിത്തിൻ 3 days. ഞാനിപ്പോ ഇന്ന് എഴുതുകയാണെങ്കിൽ നാളെ കഴിഞ്ഞ് മറ്റന്നാൾ ഷൂട്ടിംഗ് വെച്ച ശേഷമാണ് ഞാൻ തന്നെ മറ്റന്നാൾ ഷൂട്ടിംഗ് ആണെന്ന് അറിയുമ്പോൾ മനസ്സിലൊരു തീയുണ്ട്. ഈ പാട്ട് എഴുതണ്ടേ, എഴുതുക എന്ന് പറയുന്നത് നമുക്കിപ്പോ വിചാരിച്ചാൽ നടക്കുന്ന കാര്യമല്ല. അതൊരു പോയിന്റിൽ പെട്ടെന്ന് നടക്കും. ചിലപ്പോ 2-3 ദിവസം പിടിക്കും, ചിലപ്പോൾ 1 മാസം പിടിക്കും. അത് ആ ഒരു മൂഡ് പോലെയാണ് നിൽക്കുന്നത്. അപ്പൊ ഇതുകൂടി കേട്ടപ്പോ ഞാനത്, പക്ഷെ എന്തായാലും അഞ്ജലി എനിക്ക് ആ സിനിമയുടെ പാട്ടിൽ വരേണ്ട കണ്ടന്റ്, അതാണ് ഏറ്റവും വലിയ കാര്യം. അത് നമുക്ക് പറഞ്ഞു തന്നാൽ മിക്കവാറും എല്ലാ ലിറിസിസ്റ്റുകൾക്കും വളരെ എളുപ്പമായിരിക്കും. എന്താണ് ഇതിനകത്ത് പറയേണ്ടത്, സംവിധായകൻ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ സംവിധായിക ഉദ്ദേശിക്കുന്നത് എന്താണ്, നമ്മൾ പ്രേക്ഷകരോട് ഈ പാട്ടിലൂടെ പറയേണ്ടത് എന്താണ് എന്നുള്ളത് ലിറിസിസ്റ്റിന് കൃത്യമായിട്ട് പറഞ്ഞു തരികയാണെങ്കിൽ അത് വളരെ ഈസിയായിട്ട് നമുക്കത് ചെയ്യാൻ കഴിയും. അപ്പോൾ അങ്ങനെ ഈ പാട്ട് എൻ്റെ കയ്യിൽ കിട്ടി. എനിക്കൊരു അടുത്ത ഇന്ന് പാട്ട് കിട്ടിയാൽ നാളത്തേക്ക് ഞാൻ പാട്ട് റെഡിയാക്കി എന്നുവെച്ചാൽ എഴുതി കഴിഞ്ഞു. പക്ഷെ അപ്പോഴും തുടക്കം മാംഗല്യം എന്നുള്ള വരി ആയിട്ടുണ്ടായിരുന്നില്ല. അതിനുശേഷം ഞാനിത് പല ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട് ഈ തുടക്കം മാംഗല്യത്തിനെ കുറിച്ചിട്ട്. അത് പിന്നെ അപ്പൊ ഗോപിസുന്ദരം ഞാൻ എന്താണ് ഇവിടെ, ഞാൻ പലതും എഴുതി, പക്ഷെ എനിക്കത് തൃപ്തിയായില്ല ഒന്നും. അത് എനിക്കൊരു എന്തൊക്കെയോ എഴുതി, പക്ഷെ അതൊന്നും എനിക്കൊരു സുഖമില്ലായ്മ, എനിക്ക് ഒട്ടും സുഖമില്ലാതെ ഫീൽ ചെയ്തു. അങ്ങനെ അപ്പൊ ഗോപി വന്ന് കേട്ടോ നമുക്ക് ഈ മലപ്പോ മാംഗല്യം തന്തുലാന, അപ്പൊ തുടക്കമില്ല, മാംഗല്യം തന്തുലാനേന, ഇതാണ് അതിന്റെ മീറ്റർ. അപ്പൊ ഇതെല്ലാം വെക്കാൻ പറ്റില്ല, നമ്മൾ പറയുന്ന കല്യാണമാണ്. അപ്പൊ അപ്പൊ നമുക്ക് തുടക്കം മാംഗല്യം തന്തുലാനേന എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പൊ തന്നെ എനിക്ക് തോന്നിയ പിന്നെ ജീവിതം ധൂം തലാനേന, അതായത് ജീവിതം പോയി, നമ്മുടെ പാട്ടിനെ കണ്ടന്റായി. അങ്ങനെ പെട്ടെന്ന് വാക്കുകൾ കൊണ്ട് ഉള്ളൊരു ഇതിലുണ്ടായ
ഹുക്ക് ലൈൻ ആണ്. അപ്പൊ ഈ ഹുക്ക് ലൈൻ കിട്ടിക്കഴിഞ്ഞപ്പോ വളരെ ഹാപ്പി, അതിന് ഭയങ്കര രസമായി തോന്നി. ഇത് കയറി പിടിക്കുന്ന അപ്പോഴേ നമുക്ക് അപ്പൊ തന്നെ തോന്നുന്നതാണ് വമ്പൻ ഹിറ്റായിരിക്കുന്നത് പറഞ്ഞപ്പോഴും. അപ്പൊ അപ്പോഴും അഞ്ജലിക്ക് ഒരു സംശയം ഉണ്ടായി, ഇത് വേണോ എന്നൊരു സംശയം. ഞങ്ങൾ ഇത് തന്നെയാണ് അതിൻ്റെ ഇത് വച്ചോ ഷുവർ ഹിറ്റാണെന്ന് പറഞ്ഞ പോലെ തന്നെ പാട്ട് ഭയങ്കര സൂപ്പർ ഹിറ്റ്, എല്ലാ പാട്ടുകളും. പക്ഷെ പലപ്പോഴും അതിന്റെ ഒരു രസം കാണാനുള്ളത് ഈ കല്യാണ സ്ഥലങ്ങളൊക്കെ പോകുമ്പോഴേക്കും നമ്മളൊക്കെ പോയി കല്യാണത്തിൽ ഇരിക്കുമ്പോൾ ഈ പാട്ട് വെച്ചിട്ട് വരനും മധുവും അല്ലെങ്കിൽ അവരുടെ സുഹൃത്തുക്കൾ കൂടെ തുള്ളു എന്താണ് ഈ പാട്ടിൽ പറഞ്ഞേക്കുന്നത്. അല്ല അതിന്റെ കണ്ടന്റ് ഭയങ്കര കുസൃതിയാണ്. അതായത് ആദ്യം നിലമാറും ചേകരനാകും ഉറുമിയെടുക്കുന്നു. അതായത് ആദ്യം ഭയങ്കര രസമൊക്കെ ആയിരിക്കും, പിന്നെ അത് കഴിയുമ്പോഴേക്കും നിങ്ങൾ വഴക്കാവും പറയുന്നു. അങ്ങനത്തെ ഒരു രസകരമായ, അതൊക്കെ ഒരു രസകരമായ അനുഭവമാണ്. പക്ഷെ പാട്ട് എഴുതുമ്പോൾ നമ്മൾ ആസ്വദിച്ച് തന്നെ എഴുതുന്ന. സാർ ഏറ്റവും കൂടുതൽ കംഫർട്ടബിൾ ഏത് ഇങ്ങനത്തെ ടൈപ്പ് പാട്ട് ഹാൻഡിൽ ചെയ്യുമ്പോഴാണ്? എന്നുവെച്ചാൽ ഇങ്ങനെ കുറെ അർത്ഥതലമുള്ള പാട്ടുകളാണോ അതോ ജസ്റ്റ് സ്റ്റില്ലായിട്ട്? അതായത് ഈ പാട്ടുകൾ ഇപ്പൊ നമുക്ക് ഈ പണ്ടൊക്കെ ആണെങ്കിൽ എനിക്ക് തോന്നുന്നത്, പണ്ടൊക്കെ ഇപ്പൊ സിനിമയില് ചിട്ടപ്പെടുത്തിയ കുറെ സിറ്റുവേഷൻസ് ഉണ്ട്. അതായത് അവിടെ ഒരു പ്രണയഗാനം, അത് നായനോട് നിന്ന് പാടും. അപ്പൊ ഈ പ്രണയഗാനങ്ങൾ കുറെ നമ്മൾ എഴുതി വെച്ചാൽ അതൊക്കെ നമുക്കെടുത്ത് ഉപയോഗിക്കാം പണ്ട് കാലത്ത്. ഇന്നത് പറ്റില്ല. കഴിഞ്ഞ ഒരു നായകനും ഇന്ന് പാടുന്നില്ല, അല്ലെങ്കിൽ ഇന്നൊരു നായികയെ കുറിച്ച് ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുന്ന അതൊക്കെ ഒരു പഴയ കോൺസെപ്റ്റ് ആയി പോയി. അപ്പൊ അത്തരം പാട്ടുകളൊന്നും ഇപ്പൊ ഇല്ല. അപ്പൊ നമുക്ക് ഇതിലിപ്പോ ഈ പ്രണയഗാനങ്ങൾ ചിലതൊക്കെ നമുക്ക് എഴുതി വെക്കാൻ പറ്റും, അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നമുക്ക് സ്റ്റോക്ക് ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ മറ്റുള്ള സിറ്റുവേഷൻസിനൊന്നും നമുക്ക് ഒരു ഞാൻ പറയാം എന്റെ അനുഭവങ്ങൾ തന്നെ പറയാം. ഇപ്പൊ നമുക്ക് പാട്ടുകൾ എടുക്കുകയാണെങ്കിൽ നമുക്കൊരു ഇപ്പൊ ഒരു പ്രണയഗാനം, ഒരു സിറ്റുവേഷൻസ് ആണ് സിനിമയിൽ വരാവുന്ന സിറ്റുവേഷൻസ്. ഒരു പ്രണയഗാനം, ഒരു ആഘോഷഗാനം, ഒരു വിരഹഗാനം, ഒരു തമാശ പാട്ട്, ഒരു ഡ്രിങ്കിങ്, ഒരു ടീമിന്റെ ഒരു കള്ളുകുടിപ്പാട്ട്, ഇങ്ങനെയൊക്കെ ഒരു 5-6 ഇതുണ്ട്. ഇതല്ലാതെ ഒരു ഇത് വന്നാൽ അങ്ങനത്തെ സിറ്റുവേഷൻ ഞാൻ പറയാം. ഇപ്പൊ ഉദാഹരണം നമ്മുടെ അതെനിക്ക് അതൊക്കെ ഒരു പുതിയ സിറ്റുവേഷൻസ് ആണ്. നമ്മുടെ ഈ ഇൻസ്പെക്ടർ കേട്ടിട്ടുള്ള സീൻ ഉണ്ടല്ലോ, അതായത് കാന്താരി പെണ്ണ് എന്നുള്ള പാട്ട്. ആ പാട്ട് ഭർത്താവ് തമാശയാണെങ്കിൽ ഭാര്യയെ എന്താ പറയാ പീഡിപ്പിക്കുക എന്ന് പറയുന്ന, അതായത് അവൾക്ക് കുറെ പണികൾ കൊടുത്തുകൊണ്ട് അവളെ ചവറ് വാരിയിട്ട് തൂക്കടി എന്ന് പറയുന്ന ഇത്തരത്തിലുള്ള സാധനം വരുമ്പോ അവളെ എന്താണ് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനത്തെ അതൊരു പുതിയ സിറ്റുവേഷൻ ആണ്. അങ്ങനത്തെ സിറ്റുവേഷൻ മലയാളത്തില് അതിന് മുൻപ് ഒരു മാതൃക കാണിക്കാനില്ല അങ്ങനത്തെ. അപ്പൊ അതുപോലത്തെ പല സിറ്റുവേഷൻ വരും. ഇപ്പൊ ഉദാഹരണം പറയുമ്പോ ഇളയരാജയിലെ കപ്പലണ്ടിയെ കുറിച്ചൊരു പാട്ടുണ്ട്, പൂർണ്ണമായിട്ടും ജയസൂര്യ പാടിയ പാട്ട്, കപ്പലണ്ടി എന്നുള്ള പാട്ട്. ആ പാട്ട് അതൊക്കെ ആ കപ്പലണ്ടിയെ കുറിച്ച് എഴുതാം. അപ്പൊ അതിനെ കുറിച്ച് റിസർച്ച് ചെയ്യണം. അങ്ങനെ ഞാനങ്ങനെ കപ്പലണ്ടി, തവള, അങ്ങനെ പല കാര്യങ്ങളും സിനിമയ്ക്ക് തവളയെ കുറിച്ചൊരു പാട്ട്, അങ്ങനെ ഇതുപോലെ ഡിഫറെന്റ് ആയിട്ടുള്ള സബ്ജക്റ്റുകൾ സിനിമയിൽ വരും. അപ്പൊ അതൊക്കെ നമ്മൾ ആ സമയത്ത് തന്നെ എഴുതാനേ സാധിക്കുള്ളൂ. അതാണ് ഇതിന്റെ ഒരു ഇത്. ഇപ്പൊ ഏത് കംഫർട്ട് എന്ന് പറയുന്നത് നമുക്ക് എല്ലാ പാട്ടും നമ്മൾ കംഫർട്ടായിട്ട് എടുക്കണം. അല്ലാതെ ഒരു പ്രത്യേക ടൈപ്പ് ഓഫ് പാട്ടിൽ നമ്മൾ പെടാൻ പാടില്ല. എല്ലാ തരത്തിലുള്ള പാട്ടുകളും ചെയ്യാനായിട്ട് തയ്യാറായിരിക്കണം. അതുകൊണ്ട് അങ്ങനെ ഒരു കംഫർട്ട് ഇല്ല എല്ലാം. പിന്നെ നമ്മുടെ ഒരു കംഫർട്ടബിൾ ആയിട്ടൊരു അറ്റ്മോസ്ഫിയർ സൃഷ്ടിക്കുക എന്നുള്ളതാണ് നമുക്ക് വേണ്ടത്. അങ്ങനെ ഒരു എൻജോയ് ചെയ്ത് എഴുതാൻ കഴിഞ്ഞാൽ ഇതൊക്കെ നന്നാവും. ഏത് പാട്ടുകളും നമുക്ക് നല്ലോണം ചെയ്യാൻ കഴിയും. ഇതുവരെ സാർ ഇപ്പം 150+ ഫിലിംസ് പറഞ്ഞല്ലോ നമ്മള്. അപ്പം സാറിന് ഏറ്റവും ചാലഞ്ചിങ് ആയിട്ടുള്ളതും ഏറ്റവും ഈസി ആയിട്ട് ചെയ്യുമ്പോൾ വലിയ കുഴപ്പമില്ല, ഈസി ആയിട്ട് ചെയ്തു, പക്ഷെ വിചാരിക്കാത്ത വലിയൊരു വമ്പൻ ഹിറ്റായി അത്, അതുപോലെ ഏറ്റവും ചാലഞ്ചിങ് ആയിട്ട് സാറിന് തോന്നിയിട്ടില്ല ഈ 2 ടൈപ്പിൽ പറയാൻ പറഞ്ഞാൽ സാർ ഏതാ പെട്ടെന്ന് ഓർത്തെടുക്കുക? അങ്ങനെ ചോദിക്കുമ്പോ ചാലഞ്ചിങ് ഭയങ്കര പെട്ടെന്ന് എഴുതാൻ പറഞ്ഞു. അതിപ്പോ ഞാൻ പറയാം അങ്ങനത്തെ ഒരു ഇത് ഇതാണ് തുടക്കം മാങ്ങല്യം. അങ്ങനത്തെ ഒരു അനുഭവമാണ്. കാരണം വെച്ചാൽ ഷൂട്ടിങ്ങിന്റെ വളരെ അടുത്ത് വന്നിട്ട് നമ്മൾ പാട്ട് എഴുതുന്നത്. ആ പാട്ട് എഴുതി കഴിഞ്ഞിട്ട് അത് എഴുതുമ്പോഴും എനിക്ക് തോന്നുന്നത് പക്ഷെ അതിലെ തുടക്കം മാംഗല്യം എന്നുള്ള വലിയ മാറ്റി ചിലപ്പോൾ ആ പാട്ട് ഹിറ്റാവാൻ സാധ്യത, നല്ല രസമുള്ള പാട്ടായിട്ട് പോകും. പക്ഷെ ഇത്രയും കയറി ഇപ്പോൾ നിൽക്കുന്ന ഒരു ലെവലിൽ നിൽക്കുമോ എന്നുള്ളത് ആ ഒറ്റ ലൈനാണ് അത് അതിന്റെ ഏറ്റവും വലിയ ആ പാട്ടിനെ ഇത്രയധികം ഹിറ്റാക്കിയെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ അത് വളരെ പെട്ടെന്നുള്ള അനുഭവമാണ്. ഞാൻ അത് വിചാരിച്ച പക്ഷേ ഇത് ഈ ലൈൻസ് വന്നപ്പോ എനിക്ക് തീർച്ചയായിട്ടും കഴിഞ്ഞത് നല്ല ഹിറ്റായിരിക്കും എന്നുള്ള അങ്ങനത്തെ ഉണ്ട്. അപ്പോ ചലഞ്ചിങ് ആയിട്ടുള്ള പാട്ട് അതായിരുന്നു. അതായത് ചലഞ്ചിങ് എന്ന് വെച്ചാൽ നമ്മള് ഈ സമയമാണ് നമ്മുടെ പരിമിതി. അതായത്
ഇപ്പൊ പെട്ടെന്ന് വന്നിട്ട് നാളെ പാട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് എഴുതാൻ പറ്റിക്കൊള്ളുന്ന യാതൊരു ഇതുമില്ല. ചിലപ്പോൾ നമ്മൾ ബ്ലോക്ക് ആവും, എഴുതാനിരുന്ന് ബ്ലോക്ക് ആവും, ചിലപ്പോൾ മൂവിയില്ല. പക്ഷെ ചിലപ്പോൾ കൃത്യമായ കണ്ടന്റ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ പെട്ടെന്ന് കയറാൻ പറ്റും, അതിനകത്തേക്ക് വളരെ ഈസി ആയിട്ട് എൻ്റർ ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഇതാണ് ഇതിന്റെ ഒരു ഈസി ആയിട്ട് നമ്മൾ ചെയ്തിട്ട് അത്ര അധികം ശ്രദ്ധിക്കാതെ പോയ ഏതെങ്കിലും പാട്ടുകൾ എനിക്ക് തോന്നുന്നു. ഒരു പക്ഷെ അകലെയൊരു കാടിന്റെ പോലും ആ ഒരു ഗണത്തിൽ പെടുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഇത്രയധികം ആൾക്കാർ ഒരുപാട് യൂട്യൂബിലൊക്കെ നോക്കുമ്പോൾ ഒരുപാട് പേര് കണ്ടു എന്നൊക്കെ തോന്നുമെങ്കിലും അത് വേണ്ടിടത്തോളം എത്തിയോ എന്ന് എനിക്കൊരു സംശയമുണ്ട് ആ പാട്ടിനെ കുറിച്ച്. കഴിഞ്ഞാൽ നമുക്ക് വളരെ പ്രിയപ്പെട്ട പാട്ടാണ്. അതുപോലെ വർഷത്തിലെ പാട്ടുണ്ട്, മറ്റേ ഒരു തലോടലായി ശരത്തേട്ടൻ ശരത്തേട്ടൻ പാടി ബിജിബാല മ്യൂസിക് ചെയ്തിട്ടുള്ള കരിമുകിലുകൾ ചിറകുകൂടെയും സ്വരം. അത് അപ്പൊ ആ പാട്ടൊക്കെ ഈ പറഞ്ഞ പോലെ ഒരു വേണ്ടല്ലോ, അതൊക്കെ എനിക്ക് വളരെയധികം പ്രിയപ്പെട്ട പാട്ടുകളാണ്. അപ്പൊ അതൊക്കെ വേണ്ട രീതിയിലേക്ക് എത്തിയോ എന്നുള്ളത് നമുക്കറിയില്ല. പക്ഷെ ഇങ്ങനത്തെ കുറെ പാട്ടുകളുണ്ട് കഴിഞ്ഞാൽ നമ്മള് വളരെയധികം ഇഷ്ടപ്പെടുകയും എന്നാൽ അത് വേണ്ട വിധത്തില് ആളുകളിലേക്ക് എത്താതെ പോയെന്നൊക്കെ നമുക്ക് തോന്നുന്ന കുറച്ച് പാട്ടുകളുണ്ട്. അങ്ങനെ സർ ഇപ്പം ഒരുപാട് മ്യൂസിക് ഡയറക്ടേഴ്സ് ആയിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പം സാർ ഒരു പേഴ്സണൽ ഫേവറേറ്റ് ആരാണെന്ന് ചോദിച്ചാൽ? പേഴ്സണൽ ഫേവറേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഈ പലപ്പോഴും പലരോടൊപ്പമാണല്ലോ വർക്ക് ചെയ്യുന്നത്. കഴിഞ്ഞാൽ തുടർച്ചയായിട്ട് അടുപ്പിച്ച ഒരാളുമായിട്ട് വർക്ക് ചെയ്യാറില്ല. പക്ഷെ കൂടുതൽ വർക്ക് ചെയ്തിട്ടുള്ള ബിജിബാലുമായിട്ടാണ് ഞാൻ കൂടുതൽ. ഞങ്ങളൊരു വളരെ സിനിമയ്ക്ക് മുമ്പിൽ ഇതൊരു സൗഹൃദമാണ്. അപ്പോൾ കൂടുതലും വളരെ ഈസി ആയിട്ട് ഞങ്ങൾ തമ്മിൽ ഒരു ഉണ്ടാവാറുണ്ട്. പക്ഷെ പിന്നെ എം ജയചന്ദ്രൻ അത് എന്താ പറയാ, എന്തുകൊണ്ടോ അത് വളരെ ഈസി ആയിട്ട് വർക്കുകൾ നടക്കുന്ന കഴിഞ്ഞാൽ അത് മിക്കവാറും ഞങ്ങൾ ഒരുമിച്ചൊക്കെ ഇരിക്കുന്നതുകൊണ്ടായിരിക്കും. മറ്റു പലരെയും കൂടെ ഇരിക്കാനൊന്നും സമയം കിട്ടാറില്ല, കാണാറില്ല. അതുപോലെ വിദ്യാജിയായിട്ട് കുറച്ച് പടങ്ങൾ ചെയ്യുന്നുണ്ട്. എല്ലാ പാട്ടുകളും എനിക്ക് വളരെ പ്രിയപ്പെട്ട പാട്ടുകളാണ്. ഒരുപാട് ഹിറ്റുകളും കൂട്ടത്തിലുണ്ട്. അപ്പോൾ വിദ്യാജിയുടെ ഒക്കെ മിക്കവാറും കൂടെ പോയിരുന്ന ചെയ്യുക, അതൊരു രസകരമായൊരു അനുഭവമാണ്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ. പിന്നെ ഈ പറഞ്ഞ പോലെ പലരും ചിലരെയൊന്നും കാണാറില്ല. ബൈ വാട്സപ്പിൽ മ്യൂസിക് വരും, വാട്സപ്പിൽ കൂടെ തിരിച്ച് ലിറിക്സ് അങ്ങോട്ട് പോകും. അങ്ങനെയൊക്കെയുള്ള ഒരു കാലഘട്ടം വന്നപ്പോൾ ഈ ഒരുമിച്ചിരുന്ന് വർക്കിന് ഒരുപാട് ആളുകളും വന്നതുകൊണ്ട് ഈ തുടർച്ചയായിട്ട് ആരുടെയും ഒപ്പം അങ്ങനെ ഉണ്ടാവാറില്ല. ഇങ്ങനെ മാറി മാറിയില്ല. പിന്നെ തിരിച്ച് ആദ്യത്താണ് ഇങ്ങനെ പല സിനിമകളിൽ വരുമ്പോ. പക്ഷെ കൂടുതൽ വർക്ക് ചെയ്തിട്ടുള്ള എണ്ണങ്ങളിൽ ഇവരൊക്കെ ആയിട്ടാണ് കൂടുതൽ. അൽഫോൻസ് അങ്ങനെ കുറച്ചുണ്ട്. ഇടയ്ക്ക് ഇവരൊക്കെ അൽഫോൻസ് കുറച്ചു കാലം മാറി നിന്ന് ഇപ്പൊ വീണ്ടും വരണ ആവശ്യമുണ്ടിലൂടെ വീണ്ടും തിരിച്ചു വരവ് അറിയിച്ച് നല്ല കുറച്ച് പാട്ടുകൾ ചെയ്തു. അതൊക്കെ ഭയങ്കര വരണ ആവശ്യമുണ്ടിൽ ഒക്കെ വർക്ക് ചെയ്യുമ്പോൾ ഭയങ്കര രസകരമായിട്ടുള്ളൊരു അനുഭവമായിരുന്നു അതൊക്കെ. അപ്പോൾ എപ്പോഴും നമ്മൾ പാട്ടുകൾ ചെയ്യുന്ന സമയത്ത് സംവിധായകൻ, സംഗീത സംവിധായകൻ, എഴുത്തുകാരൻ, സ്ക്രിപ്റ്റ് റൈറ്റർ, അങ്ങനെ എല്ലാവരും ഒരുമിച്ച് ചെയ്യുന്ന, അതെല്ലാവരും കൂടി ഒരുമിച്ച് ഇരുന്നിട്ട് ചെയ്യുന്ന ഒരു സുഖമുണ്ട്. അവിടെ നമുക്ക് നല്ല പാട്ടുകൾ എപ്പോഴും ഉണ്ടാക്കാൻ പറ്റും. കാരണം എന്ന് വെച്ചാൽ പരസ്പരമുള്ളൊരു വാഗ്വാദം, അവിടെ പുതിയ ഐഡിയാസ് ഉരുത്തിരിയും. ഇപ്പം എനിക്ക് തോന്നുന്നത് ഇങ്ങനെ ഒരു ഐഡിയ പറയുമ്പോൾ സംവിധായകൻ അതിന് അല്പം കൂടി ഒരു സപ്പോർട്ടിംഗ് ആയിട്ടുള്ള വേറൊരു ഇത് പറയും, മ്യൂസിക് ഡയറക്ടർ സപ്പോർട്ട് ചെയ്യും, ചിലപ്പോൾ നമ്മളെ എതിർക്കും. അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങൾ ഒരു ഡിസ്കഷനിലൂടെ നന്നായിട്ട് വരുമ്പോൾ അത് എപ്പോഴും വളരെ സുഖകരമായിട്ടുള്ള ഒരു ആ ഒരു ക്രിയേഷൻസ് ടൈം ഭയങ്കര രസകരമാണ്. അത് ഞാനിപ്പോൾ അടുത്ത കാലത്ത് ആസ്വദിച്ച് വരേണ്ട ആവശ്യമുണ്ട് ചെയ്യുമ്പോഴാണ്. അനൂപ് ആദ്യ ചിത്രം അൽഫോൻസ്. അപ്പൊ അൽഫോൻസ് ഞങ്ങൾ കുറെ കാലമായി ഒരുമിച്ച് വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഭയങ്കര സന്തോഷമായിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് ഒരാഴ്ച അടുത്തടുത്ത റൂമുകളിൽ താമസിച്ച് ദിവസവും പാട്ടും ഭയങ്കര വർത്തമാനങ്ങളൊക്കെ ആയിട്ട് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ എപ്പോഴും നമുക്ക് നല്ല പാട്ടുകൾ ഉണ്ടാക്കി തന്നുണ്ട്. അപ്കമിങ് പ്രോജക്ട്സ് ചോദിക്കുമ്പോൾ എനിക്ക് കൊച്ചാൾ എന്ന് പറയുന്ന സിനിമയുണ്ട്, ചിരി എന്നൊരു സിനിമയുണ്ട്. പിന്നെ കുറച്ച് സിനിമകൾ കൂടി ഉണ്ട്. അതിപ്പോ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ എപ്പോഴൊക്കെയാണ് ഇനി വരിക എന്നത് അറിയില്ല. കുറച്ച് അധികം സിനിമകൾ നമ്മുടെ ഈ കഴിഞ്ഞ കാലം, ജിന്ന്, സിദ്ധാർത്ഥ് ഭരതന്റെ ജിന്ന് എന്ന് പറയുന്ന സിനിമ, അങ്ങനെ കുറച്ച് സിനിമകളുണ്ട്. അപ്പോൾ അത് ഒക്കെ ഇപ്പോൾ അണിയറകളിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ കോവിഡ് കാലഘട്ടം മാറുമെന്നും അല്ലെങ്കിൽ അതിൻ്റെ ഒരു തിരിച്ച് തിയേറ്ററിലേക്ക് ജനങ്ങൾ വരും, അപ്പോഴാണ് കൂടുതൽ സിനിമകൾ ഉണ്ടാവുക. Thank you so much, sir. Thanks for joining us on our show. All good wishes for your future projects. Thank you. Meet my guest.